കേടാ ഇവിടെ വാടാ ലൂണ ലൂണ കം കം ലൂണ കം നോ ലൂണ നോ ലൂണ നോ നോ സിറ്റ് ലൂണ യെസ് ഇവന്മാരുമായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്താലേ നടക്കില്ല. കാരണം അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പിന്നെ കൂട്ടുന്ന് തുറന്നു വിടുന്ന ആ ഒരു സമയമാണ്. നമ്മൾ ഉച്ച സമയത്ത് എന്തായാലും ഇവരെ പുറത്ത് വിടുന്നില്ല. അപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് വിടുക. അപ്പോൾ ആ വിടുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു ഓവർ ആക്റ്റീവായിട്ടുള്ളതാണ്. ആ ഒരു ബേജാറ് കാണിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലേടാ ലൂണ? അത് കഴിഞ്ഞതാ കണ്ട ആള് സൈലന്റ് ആയി. നമ്മുടെ ലൂസി കൂട്ടിലുണ്ട്, അവളെ പുറത്ത് വിട്ടിട്ടില്ല, അതിനു വേണ്ടി കത്തുകയാണ്. ഇപ്പോൾ രണ്ടാളെയും കൂടെ വിട്ട് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റില്ല. അല്ലേടാ ലൂണ? പറ്റുമോ? നിങ്ങൾ സമ്മതിക്കുമോ? നിന്നെ അവളെയും കൂടെ ഒരുമിച്ച് വിട്ടാൽ നിങ്ങൾ വീഡിയോ എടുക്കാൻ അയക്കും? എന്നെ അയക്കില്ല. അതുകൊണ്ടാണ് രണ്ടാളെയും ഒരുമിച്ച് വിടാത്തത്. അല്ലേടാ? ഒന്ന് അവളെ, അതല്ലെങ്കിൽ ഇവളെ. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഞാനും കൂടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ മാത്രമായിട്ട് വിട്ടിട്ട് അവരെ മാത്രം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാളെയും കൂടെ വിട്ടിട്ട് ചെയ്യാം. അതല്ല എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോയിലേക്ക് വരും. അപ്പൊ നമ്മളിന്ന് വന്നതിന്റെ കാര്യം എന്ന് പറയാം, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3000 രൂപയ്ക്കും 4000 രൂപയ്ക്കൊക്കെ ലാബ്രഡോർ കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. നല്ല ലാബ്രഡോറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കിട്ടില്ല, ഉള്ളത് പറയാം. അത്യാവശ്യം നല്ല പപ്പീസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വിലയും കൊടുക്കേണ്ടി വരും. ഈ ലോക്കൽ റേറ്റിൽ തരാമെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയാറുണ്ട്. അതൊന്നും ചെറുപ്പത്തിൽ കാണുമ്പോൾ എല്ലാ ലാബ്രഡോറും ഏകദേശമൊക്കെ നന്നായിട്ടുണ്ടാവും. ഈ 30 ഡേയ്സിനൊക്കെ മുമ്പ് ഒരു 40 ഡേയ്സ് 50 ഡേയ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ലാബ്രഡോറിന്റെ ക്വാളിറ്റി ശരിക്കും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് വേറൊരു കാര്യം. 3 months ഒക്കെ ആയ ഡോഗ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റും. നല്ല ബ്രീഡാണെങ്കിൽ, അതായത് നല്ല നല്ല ലൈനേജ്, നല്ല പെഡിഗ്രി ആണെങ്കിൽ, നല്ല ഫാദറിൻ്റെയും മദറിൻ്റെയും കുട്ടിയാണെങ്കിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടാവും, കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. അതല്ലാത്ത പക്ഷം എന്താ പറയുക, കാണാനുള്ള ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഒരു ശരിക്കും ലാബ്രഡോർ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നില്ല, നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഇവന്മാരൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ 65 ഡേയ്സിലാണ് എടുത്തത്. അപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ലൂണ പ്രത്യേകിച്ച് അടിപൊളി പപ്പിയായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാനിതിൽ ഫസ്റ്റ് 1-2 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മളുടെ അടുത്ത് കിട്ടി. പിന്നെ ഇപ്പോൾ ഇച്ചിരി വീക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആക്റ്റീവാണ്. പക്ഷേ സൈസ് കൊണ്ട് നോക്കുമ്പോൾ ഇച്ചിരി കുറവ് പോലെ തോന്നുമായിരിക്കും. കാരണം നമ്മൾ ഓവർ ഫുഡ് കൊടുക്കാറില്ല. കാരണം ഞാൻ ഒരു 35 കിലോ വെയിറ്റിൽ ഇവളെ നിർത്താനൊരു പ്ലാനിലായിരുന്നു. ഇപ്പോൾ ഇവളെ എന്നിട്ടും 40 കിലോ ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെയിറ്റ് കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. പിന്നെ ഹെഡ് മാത്രം വെക്കാനായിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇവളുടെ ഫാദർ മദറൊക്കെ അടിപൊളി, നല്ല സൈസാണ്. നല്ല മദറൊക്കെ പറഞ്ഞാൽ എങ്ങനെ 60+ kg ഉണ്ടാവും. അപ്പോൾ അവരത്രയും നന്നായിട്ട് വീട്ടിനകത്ത് മാത്രം ഇട്ട് വളർത്തുന്നതാണ്. പക്ഷെ ഇവരെ നമ്മൾ അങ്ങനെയല്ല വളർത്തുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ഏരിയയിൽ നന്നായിട്ട് കളിക്കാനായിട്ട് വിടാറുണ്ട്, നന്നായിട്ട് ഓടാൻ വിടാറുണ്ട്. രാവിലെയും വൈകുന്നേരവും അവിടെ ഒരു വെടിക്കെട്ട് നടക്കുന്നുണ്ട് കേട്ടോ, എന്തോ പ്രോഗ്രാമിന്റെ, ഫെസ്റ്റിവലിന്റെ. അപ്പോൾ അതിന്റെ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കേണ്ടത് തോന്നുന്നു. അല്ലടാ ലൂണ, നിനക്ക് ഈ വെടിക്കെട്ടിന് പേടിയാണോടാ? അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ലാബ്രഡോർ ആവശ്യമാണെങ്കിൽ, സർട്ടിഫൈഡ് എടുക്കാൻ വില്ലിങ് ആണെങ്കിൽ, സർട്ടിഫൈഡ് പപ്പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രൈസ് വരും. ഒരു 12,000 പ്ലസ് ഒക്കെ എന്തായാലും വരും. 12,000 ചില ബ്രീഡർമാരെ കൊടുക്കുള്ളൂ. ഒരു 15K മുകളിൽ എന്തായാലും കൊടുക്കേണ്ടി വരും നല്ല പപ്പീസൊക്കെ ആണെങ്കിൽ. പിന്നെ 4-5 തരാമെന്ന് പറയുന്നതൊക്കെ നമുക്കൊരു 5 മാസം 6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പപ്പിയുടെ ക്വാളിറ്റി നമുക്ക് തന്നെ കാണാൻ പറ്റും. ഞാൻ എന്ത് കൊടുത്തിട്ട് എൻ്റെ പപ്പിക്ക് എന്തുകൊണ്ട് ഹെഡ് വയ്ക്കുന്നില്ല, കൈ വയ്ക്കുന്നില്ല എന്നൊക്കെ പലരും പറയും. അതിൻ്റെ കാര്യം, അതിൻ്റെ അച്ഛനും അമ്മയെ പോലെ അവർ വരുള്ളൂ. അതാണ് വേറൊരു സത്യം. എന്നല്ല, അതാണ് സത്യം. അല്ലേടാ ലൂണ? നീ നിന്റെ അച്ഛനെ പോലെ അല്ലേടാ വരുള്ളൂ, അല്ലെങ്കിൽ നിന്റെ അമ്മയെ പോലെ, അത്രയ്ക്ക് വരുള്ളൂ. അല്ലാതെ അച്ഛനും അമ്മയും ക്വാളിറ്റി ഒന്നുമില്ല, കാണാൻ വലിയ ലുക്കൊന്നുമില്ല, ഒരു സൈസും ഇല്ല, ഒന്നുമില്ലാത്ത, ഒരു ഹെഡ് ഇല്ലാത്ത, ഓവർ ആക്റ്റീവ് അല്ലാത്ത ഒരു ഡോഗിന്റെ പപ്പിയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളും അതുപോലെ തന്നെയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് നോക്കിയെടുക്കുക, ഫാദറിനെയും മദറിനെയൊക്കെ നോക്കിയെടുക്കുക. ഇച്ചിരി വില കൂടുതൽ കൊടുത്താലും
നല്ല പപ്പി എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ അവരെ നല്ലതെടുക്കുമ്പോൾ നമുക്കും കാണുമ്പോൾ എന്നും നന്നായിരിക്കും. പിന്നെ അവരുടെ കുട്ടികളും അതുപോലെ നന്നായിട്ട്. അപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് അതിൻ്റെ കുട്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല കുട്ടി തന്നെ കിട്ടും. അപ്പം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുട്ടിയെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ വില നമ്മൾക്ക് കിട്ടും. ഈ ആദ്യം കൊടുത്തതിൻ്റെ പൈസയൊക്കെ അപ്പം കിട്ടും. അപ്പം ഇതിന് പ്രശ്നമില്ല. അപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി, കുറച്ച് വില കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി പപ്പി എടുക്കുക എന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ലാബ്രഡോർ പപ്പി. അപ്പോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ എല്ലാ ബ്രീഡറുടെ കയ്യിൽ നിന്നും നമ്മൾ മേടിക്കില്ല. നമുക്കറിയുന്ന ചില ആൾക്കാരുടെ മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് മാത്രം ഡോഗിനെ എടുക്കുക. അല്ലാതെ വേറൊരു അച്ഛനെയും അമ്മയും കാണിച്ചു തന്നിട്ട് പപ്പി വിൽക്കുന്ന കുറേ പരിപാടി അങ്ങനെയുള്ള ബ്രീഡർമാരെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരിക്കലും എടുക്കാതിരിക്കുക. ഇത് നോക്കിക്കോട്ടെ. ലൂണയോട് ഞാൻ സംസാരിക്കാതിരുന്ന ലൂണ എന്നെ വിളിക്കും. കാതോട് വിളിച്ചില്ല ഗൈസ്. ലൂണ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നല്ല വില കൊടുത്ത് ഡോഗിനെ എടുക്കാൻ പറയും. നിന്നെ പോലെ വിലയില്ലാത്ത പെട്ടി എടുക്കല്ലേ എന്ന് പറയും. നിനക്ക് വിലയുണ്ട് കേട്ടാ. നല്ല വില കൊടുത്തെടുത്ത് തന്നെ നിന്നെയൊക്കെ അല്ലടാ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ലൂണ ഒരു ബൈ ബൈ പറയടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റും ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.